ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം. ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യമാവത്. ഏശാവ് ഹിത്യനായ ഏലോൻ്റെ മകൾ ആദ, ഹിവ്യനായ സിബെയോൻ്റെ മകളായ അനയുടെ മകൾ ഒഹൊലീബ എന്നീ കനാന്യ കന്യകമാരെയും ഇഷ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദ ഏശാവിനെ എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് രയുവേലിനെ പ്രസവിച്ചു. ഒഹൊലീബാമ യയൂഷിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. അവർ ഏശാവിന് കനാൻ ദേശത്തു വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തൻ്റെ ആടുമാളുകളുടെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്തും ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ വഹിയാതോണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാളുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സെയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. സെയീർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവ് ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിൻ്റെ പുത്രന്മാരുടെ പേരുകളിവ. ഏശാവിൻ്റെ ഭാര്യയായ ആദയുടെ മകൻ എലീഫാസ്. ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ മകൻ രയുവേൽ. എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗദ്ദാം, കെനസ്. തിമ്ന എന്നവൾ ഏശാവിൻ്റെ മകനായ എലീഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ. രയുവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിർസ. ഇവർ ഏശാവിൻ്റെ ഭാര്യയെ ബാസമത്തിൻ്റെ പുത്രന്മാർ. സിബെയോൻ്റെ മകളായ അനയുടെ മകൾ ഒഹൊലീബാമ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിന് യയൂഷ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിൻ്റെ പുത്രന്മാരെ പ്രഭുക്കന്മാരാരെന്നാൽ ഏശാവിൻ്റെ ആദ്യജാതൻ എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗദ്ദാം പ്രഭു, അമാലേക്ക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദയുടെ പുത്രന്മാർ. ഏശാവിൻ്റെ മകനായ രയുവേലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ നഹത്ത് പ്രഭു, സേരക് പ്രഭു, ഷമ്മ പ്രഭു, മിസ്സ പ്രഭു. ഇവർ ഏദോം ദേശത്ത് രയുവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ. ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലീബാമയുടെ പുത്രന്മാർ ആരെന്നാൽ യയൂഷ് പ്രഭു, യലാം പ്രഭു, കോരക് പ്രഭു. ഇവർ അനയുടെ മകളായ ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലീബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു. ഹോര്യനായ സേരീൻ്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വ നിവാസികളായവർ ആരെന്നാൽ ലോദാൻ, ഷോബാൽ, സിബയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സെയീരിന് പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ. ലോതാൻ്റെ പുത്രന്മാർ ഹോരിയും ഹേമാമുമായിരുന്നു. ലോതാൻ്റെ സഹോദരി തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ, മാൻഹത്ത്, ഏബൽ, ഷെഫോം, ഓന. സിബയോൻ്റെ പുത്രന്മാർ അരിയാവും അനാവും ആയിരുന്നു. മരുഭൂമിയിൽ തൻ്റെ അപ്പനായ സിബയോൻ്റെ കഴുതുകളെ മേയ്ക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിൻ്റെ മക്കൾ ഇവർ ദീശോനും അനാവിൻ്റെ മകൾ ഒഹൊലീബാമയും ആയിരുന്നു. ദീശോൻ്റെ പുത്രന്മാർ ആരെന്നാൽ ഹൊദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെരാൻ. ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാൻ്റെ പുത്രന്മാർ ഊസും ആരാനുമായിരുന്നു. ഹോര്യപ്രഭുക്കന്മാർ ആരെന്നാൽ ലോദാൻ പ്രഭു, ഷോബാൽ പ്രഭു, സിബയോൻ പ്രഭു, അന പ്രഭു, ദീശോൻ പ്രഭു, ഏസർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സെയീർ ദേശത്ത് വാണ ഹോര്യ പ്രഭുക്കന്മാരാകുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിൻ്റെ പുത്രനെ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവൻ്റെ പട്ടണത്തിന് ദിൻ ഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിൻ്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാനിയൻ ദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി. ഹൂഷാം മരിച്ച ശേഷം മോബാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച ബദദിൻ്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് അബീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്ത് രഹോബോത്ത് പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി. ഷൗൽ മരിച്ച ശേഷം അക്ബോരിൻ്റെ മകൻ ബാൽഹനാൻ അവന് പകരം രാജാവായി. അക്ബോരിൻ്റെ മകനായ ബാൽഹനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് പാവു എന്നു പേർ. അവൻ്റെ ഭാര്യയ്ക്ക് മെഹദബേൽ എന്നു പേർ. അവൾ മേസാഹാബിൻ്റെ മകളായ മിത്രേദിൻ്റെ മകളായിരുന്നു. വംശമായും ദേശമായും പേരുപേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്. തിമ്ന പ്രഭു, അൽവാ പ്രഭു, യദോത്ത് പ്രഭു, ഒഹൊലീബാമ പ്രഭു, ഏലാ പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താനങ്ങളുടെ അവകാശ ദേശത്തെ വാസസ്ഥലങ്ങളിലും വാണ ഏദോമ്യ പ്രഭു.